സൈനിക ശേഷിയിലും പ്രതിരോധ ശേഷിയിലും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഇറാനെയാണ് ലോകം കാണുന്നത്. ഇപ്പോഴിതാ പ്രതിരോധ ശേഷികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ ദേശീയ വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇറാൻ സൈന്യം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എക്തദാർ 1403 എന്ന വ്യോമ പ്രതിരോധ പരിശീലനത്തിൻ്റെ രണ്ടാം ഘട്ടം ഇറാൻ സൈന്യം ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ അഭ്യാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മജീദ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം കൂടുതൽ വിപുലമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ തെക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിലാണ് സൈനികർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം നടക്കുന്നത്. ഇറാൻ്റെ പ്രതിരോധ സേനയെയും വ്യോമസേനയെയും സംയോജിപ്പിക്കുന്നതിന് വേണ്ടി ഇറാനിലെ സംയുക്ത വ്യോമ പ്രതിരോധ താവളത്തിൻ്റെ പ്രവർത്തന കമാൻഡിന് കീഴിലാണ് പരിശീലനം നടക്കുന്നത്. പരിശീലനത്തിൽ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കും. കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്റ്റീവ് പാസീവ് റഡാർ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അഭ്യാസത്തിൻ്റെ ഈ രണ്ടാം ഘട്ടത്തിൽ പ്രതിരോധത്തിൽ വളരെ പ്രധാനമായ നിരവധി പരിശീലനങ്ങൾ സൈന്യത്തിന് നൽകും. ഈ പരിശീലന ഘട്ടത്തിൽ ശത്രുക്കളുടെ ലക്ഷ്യങ്ങൾ എന്തെന്ന് കണ്ടെത്തുന്നതിനും അതിനെ ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും വെടിവയ്ച്ചിടുന്നതിനുമുള്ള തന്ത്രങ്ങൾ സൈന്യത്തെ പരിശീലിപ്പിക്കും. കൂടാതെ ശത്രുതാപരമായ ലക്ഷ്യങ്ങളെ കണ്ടെത്തുന്നതിനുള്ള സിഗ്നൽ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയുടെ ഉപയോഗവും വർദ്ധിപ്പിക്കും. ഒരു യഥാർത്ഥ യുദ്ധക്കളത്തിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള പരിശീലനമാണ് സൈനികർക്ക് പ്രധാനമായും നൽകുന്നത്. ഈ പരിശീലനത്തിലൂടെ യുദ്ധക്കളത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും തരണം ചെയ്യാനും ശത്രുക്കളെ മുട്ടുകുത്തിക്കാനും രാജ്യത്തെ സൈന്യത്തെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. കൂടാതെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾക്കായി രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധതരം നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി സൈന്യത്തിന് നൽകുന്നുണ്ട്. വ്യോമാക്രമണം, മിസൈൽ ആക്രമണങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഭീഷണികളെ നേരിടുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടും. കൂടാതെ ശത്രുക്കളുടെ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സേനയുടെ സന്നദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനം ഏറെ സഹായകമാകും. അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വേഗതയേറിയ രീതിയെക്കുറിച്ച് ഇറാനിയൻ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിവരികയാണ്. ഇതുകൂടാതെ ടെഹ്റാൻ ആസ്ഥാനമായുള്ള ശാസ്ത്രജ്ഞരുടെ ഒരു രഹസ്യ സംഘത്തെ അണുബോംബ് നിർമ്മിക്കുന്നതിനായുള്ള ഒരു പുതിയ മാർഗം കണ്ടെത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക നടപടികളെ തടയുന്നതിന് വേണ്ടിയാണ് ഇറാൻ്റെ ഈ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞത് 4 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആണവ ഇന്ധനം ഇറാനിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇറാൻ ആണവായുധ പരിധിക്ക് താഴെയാണ്. പക്ഷേ മുൻ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിൻ്റെ പതനവും ഇസ്രായേൽ സൈനിക നടപടികൾക്കിടയിൽ ഹിസ്ബുള്ള ദുർബലമായതും ഉൾപ്പെടെയുള്ള സമീപകാല പ്രാദേശിക സംഭവവികാസങ്ങൾ ഇറാനെ ആണവ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ പ്രേരിപ്പിച്ചതായി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരിക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഉത്തരവിടുന്നതിനെക്കുറിച്ച് നെതന്യാഹു പലതവണ ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നയതന്ത്ര ഉപദേഷ്ടാക്കളും അമേരിക്കയും ഇസ്രയേലിനെ ഈ നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു. കൂടാതെ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ ഒടുവിൽ ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നുവെന്നുമാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അധികാരമേറ്റതിന് ശേഷം ഇറാനെ ആക്രമിക്കുന്നതിൽ വളരെ തണുത്ത നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് മറുപടി പറഞ്ഞത്. ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള രഹസ്യ ശ്രമമായിട്ട് തന്നെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അന്നേ വിലയിരുത്തിയത്. എന്നാൽ ഇറാൻ അത്തരം ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു. അവരുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് അവർ വാദിച്ചിരുന്നത്.